നമുക്ക് കോട്ട സാരിയിലെ ഒരു ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി ഡിസൈൻ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈനാണ്. 2380 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. നല്ല പ്ലസൻറ്റ് കളേഴ്സും നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്കുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് നോക്കാം. വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്, നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാട്ടോ. നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കുമാണ്. ഇത് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയാൽ. കോട്ട മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. സ്റ്റാർച്ച് ചെയ്യുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലുമാണ്. അതിൻ്റെ എംബ്രോയിഡറി വർക്കാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. നല്ല മെറ്റീരിയൽ നല്ലതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 2380 ആണ് റേറ്റ് വന്നിരിക്കുന്നത്. മുന്താണിയിലേക്ക് വരുമ്പോൾ ഈ വർക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരും. പിന്നെ ഒരു സന്തോഷ വാർത്തയും കൂടെ ഉള്ളത്, നമുക്കിത് ഈ പ്രാവശ്യം ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും നമുക്ക് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ സാരികൾക്ക് ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ അങ്ങനെ വർക്ക് വരാറില്ല. പക്ഷേ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞതുകൊണ്ട് അവർ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡും ഇതുപോലെ വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് അല്പം കൂടെ കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലിലേക്കാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ബ്ലൗസ് തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി. നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. 2380 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. ഇതിൻ്റെ ബോഡിയിലേക്ക് വരുമ്പോൾ ഇതേപോലെയാണ് നമ്മുടെ എംബ്രോയിഡറി വർക്കിൻ്റെ സാരി എല്ലാം വരുന്നത് പോലെ തന്നെ. പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ലോവർ ഹാഫിലാണ് വർക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള വർക്കാട്ടോ. നല്ല ഇഷ്ടം തോന്നും കണ്ടു കഴിഞ്ഞാൽ. 2380 പിസ്ത ഗ്രീൻ. ഒന്നും ഇങ്ങനെ ഭയങ്കര ഡാർക്കും അല്ല. ഇതേ ഈ ഷെയ്ഡൊക്കെ കണ്ടോ, നല്ലൊരു ഭംഗിയുള്ള ഷെയ്ഡ്. ഇതിനൊക്കെ എന്നാ ഞാൻ കളറ് പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. നല്ല രസമുള്ള കളറ്. കറക്റ്റ് കളറാണോ വീഡിയോയിൽ? വീഡിയോ നോക്കിയാൽ മതി കേട്ടോ. കറക്റ്റ് കളറാണ്. ബേജാണോ എന്ന് ചോദിച്ചാൽ ബേജും നല്ല ബ്യൂട്ടിഫുൾ ഒരു ഷെയ്ഡ്. ഇതിൻ്റെയൊക്കെ ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിൽ ഇതേപോലെ വർക്ക് വരുന്നുണ്ട്. ഇതേ ഉണ്ടോ, ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിൽ ഇതേപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. 2380. അടുത്ത് വരുന്നത് പീച്ച്. നല്ലൊരു പീച്ച് ടോൺ. അതിനകത്തും ഇതേപോലെയാണ് എംബ്രോയിഡറി വർക്ക്. ഉണ്ടോ, ബ്യൂട്ടിഫുൾ വർക്ക്. പീച്ച്. അടുത്തത് വരുന്നത് ബേജ്. അതും ആദ്യം രണ്ടാമത് ഇട്ടതൊന്ന് കാണിക്കാമോ? ഇതൊന്ന് കാണിക്കാമോ ഈ സാരി? ബേജിനകത്ത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇതാണ് ഞാൻ രണ്ടാമത് കാണിച്ച സാരി. ഇത് ബേജ് കേട്ടോ. ഇങ്ങനെയാണ് ബേജും ഇതും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. അതും ഒരു നല്ലൊരു റയർ ഷെയ്ഡാട്ടോ. ബേജ്. അടുത്തത് വരുന്നത് നല്ലൊരു ബ്ലൂ. ഇതൊക്കെ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ബേബി ബ്ലൂ ഷെയ്ഡ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതേപോലെയുള്ളൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡ്. അതിൻ്റെയൊക്കെ എംബ്രോയിഡറി വർക്ക് നോക്കിയത് ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്കാണ്. 2380. അടുത്ത് വരുന്ന അതിൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്കിൻ്റെ നല്ല ഭംഗിയുള്ളൊരു ടോണാണ് കേട്ടോ. നമ്മളെപ്പോഴും കാണുന്ന പോലെ ഇങ്ങനെയാണ് ഒരു തെളിഞ്ഞ പിങ്കല്ല, നല്ല ഭംഗിയുള്ളൊരു പിങ്ക്. അടുത്തത് വരുന്നത് സീ ഗ്രീൻ ഷെയ്ഡ്. സീ ഗ്രീൻ. ഇതേപോലെ കണ്ടോ, ഇതേപോലെയാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. നല്ലൊരു സീ ഗ്രീൻ ഷെയ്ഡ്. എല്ലാത്തിൻ്റെയും ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലും വർക്ക് വരും കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ കോട്ട സാരീസിൽ ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.